മലയാളിക്ക് എന്താടാ കേട്ടോ മലയാളി പുലിയാടാ ചുമ്മാ സട്ടക്കുട്ടം തുണർന്നാൽ അട്ടപ്പത്തല്ലം നിന്റെ കഥ കഴിയും. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്ലിനിക്കൽ കണ്ടീഷനാണ്. ഇപ്പോൾ ക്ലിനിക്കിലേക്ക് വന്നൊരു ക്ലയൻ്റാണ്. ഏകദേശം 8 മാസം മുമ്പ് അവർക്ക് ACL സർജറി കഴിഞ്ഞതാണ്. അപ്പോൾ 8 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ടു സ്പോർട്സിൻ്റെ ടൈം. പക്ഷെ അവർക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നീല് പെയിൻ ഉണ്ട്, സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ, അതുപോലെ തന്നെ ഡീപ്പ് സ്ക്വാട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, നീല് പെയിൻ ഉണ്ട്. അവർ പറഞ്ഞത് അവരൊരു പ്രോപ്പർ റിയാബ് ചെയ്തിട്ടില്ല, കുറേ സ്ക്വാട്ടിങ്, കുറച്ച് ലഞ്ചസ് കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു മസിൽസിൻ്റെ ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ല. നമ്മൾ അസസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഫസ്റ്റ് ലൈൻ അസസ്മെൻറ്റ് നമ്മൾ ചെയ്തതോ ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഓരോ മസിൽസിൻ്റെ സ്ട്രെങ്ത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും അവർക്ക് എന്ത് VMO നന്നായി വീക്ക് ഉണ്ട്. അപ്പോൾ ഏകദേശം മസിൽസിൻ്റെ ബൾക്ക് 2 മുട്ടിലും കമ്പയർ ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രശ്നം നമുക്ക് കാണുന്നുണ്ട്. VMO വീക്കാണ്. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ അബ്ഡക്ടർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴും ഗ്ലൂട്ടിയസ് മീഡിയസ് മാക്സിമസ് കാര്യങ്ങളൊക്കെ നന്നായി വീക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു മസിലിൻ്റെ ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ വൺ സൈഡിൽ ഗ്ലൂട്ടിയസ് മീഡിയസ് വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യും, IT ബാൻഡിൻ്റെ പുള്ള് കൂടും. ഈ IT ബാൻഡിൻ്റെ പുള്ള് പ്ലസ് ഈ VMOൻ്റെ വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ സൈഡ് ലാറ്ററൽ പാർട്ട് എന്ന് പറഞ്ഞാൽ IT ബാൻഡ്, ഈ IT ബാൻഡിൻ്റെ പുള്ള് കൂടുകയും ഈ VMOൻ്റെ വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പെറ്റല്ലന ഈ ലാറ്ററിലേക്ക് ഒരു ഷിഫ്റ്റ് ചെയ്യും. ഇനി ഈ ഫ്ലെക്ഷന് കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യും, പെറ്റല്ലന ലാറ്ററിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഈ പെറ്റല്ലന ഈ ലാറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പെറ്റല്ലൻ്റെ കോൺക്രീറ്റ് അവിടെ നഷ്ടപ്പെടും. അപ്പോൾ അവിടെ വിയർ ആൻഡ് ടിയർ എന്ത് ചെയ്യും, അത് ലാസ്റ്റ് ഒരു പെറ്റല്ല ഫെമറൽ പെയിനായി മാറും. അപ്പോൾ ഇതാണ് അവർക്ക് മെയിനായിട്ട് ഈ പെയിന്, ഈ പെറ്റല്ലയിൽ അല്ലെങ്കിൽ ഈ ജോയിൻറ്റിൽ പെയിന് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഈ രണ്ടാമത്തെ ഇതിൽ അസസ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മൾ ഓവർ ഹെഡ് സ്ക്വാട്ട് ചെയ്തപ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോഡിൻ്റെ ഒരു ഷിഫ്റ്റിങ്, അതായത് ടോട്ടൽ ബോഡി ഒരു കാലിലേക്ക് കൂടുതലായിട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹിപ്പിൻ്റെ നീൻ്റെ കോർഡിനേഷൻ ഇല്ല. അപ്പോൾ അത് മെയിനായിട്ട് സ്ട്രെങ്ത്ത് വീക്ക്നെസ് ആണ്. സ്ട്രെങ്ത്ത് പ്ലസ് ഈ കോർഡിനേഷനും കൂടി കുറവ് മൂലമാണ് എന്ത് ചെയ്യുന്നുണ്ട് ഈ സംഭവം വരുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മാനേജ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈൻ മാനേജ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഓരോ മസിൽസിനെ ട്രെയിൻ ചെയ്തെടുക്കണം. എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ VMO സ്പെസിഫിക് സ്ട്രെങ്ത്ത് ട്രെയിനിങ് കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഹിപ്പിൻ്റെ സ്റ്റെബിലൈസേഴ്സ്, ഗ്ലൂട്ടിയസ് മീഡിയസിനെ നന്നായി റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം. ഗ്ലൂട്ടിയസ് മീഡിയസിനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ IT ബാൻഡിൻ്റെ റിക്രൂട്ട്മെൻറ്റ് അവിടെ കുറയും. പ്ലസ് VMOൻ്റെ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ VMOൻ്റെ സ്ട്രെങ്ത്ത് അവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ എന്ത് ചെയ്യും, ഈ പെറ്റല്ലൻ്റെ ഒരു പ്രോപ്പർ അലൈൻമെൻറ്റ് നമുക്ക് എന്ത് ചെയ്യും അവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ഈ പെയിന്, ഈ പെറ്റല്ല ഫെമറൽ പെയിന് നമുക്ക് എന്ത് ചെയ്യും ഒരുപാട് കുറക്കാം. ഈ രണ്ടാമത്തെ ഇതിൽ മാനേജ്മെൻറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ടുള്ള ഹിപ്പിൻ്റെ നീൻ്റെ കോർഡിനേഷൻ ചെയ്യണം. അതുപോലെ തന്നെ പ്രോപ്രിയോസെപ്റ്റി എക്സസൈസ് ചെയ്യണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം, കോ ആക്ടിവേഷൻ എക്സസൈസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടതാണ് റിട്ടേൺ ടു സ്പോർട്സ് ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഈ എക്സസൈസിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, പിന്നീട് ഒരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ താങ്ക് യു.